അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് തദ്രീബാത്ത് വായിക്കാം. 9ാമത്തെ പാഠം ഹുദം വറഹ്മ നസ്ലു താഴേക്കും ഒന്നാവും നസ്ലു നാട്ടോ ചേരുമ്പടി ചേർക്കാനേ. തൗറാത്ത് ഏത് നബിക്കാണ് തൗറാത്ത് എന്ന കിതാബ് കിട്ടിയത്? മൂസ അലൈഹിസ്സലാം. സബൂർ ദാവൂദ് അലൈഹിസ്സലാം. ഇൻജീൽ ഈസ അലൈഹിസ്സലാം. അൽ ഫുർഖാനുൽ അലീം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ മറ്റൊരു പേരല്ലേ ഫുർഖാനുൽ അലീം. വൃത്തിയിൽ എഴുതണം കേട്ടോ, നല്ല വൃത്തിയിൽ എഴുതണം. പിന്നെ 57 ഏത് നബിക്കാണ് അള്ളാഹു കൊടുത്തത്? ഷീസ് അലൈഹിസ്സലാം. 37 ഏത് നബിക്കാണ് കൊടുത്തത്? ഇദ്രീസ് അലൈഹിസ്സലാം. 10 ഇബ്രാഹിം നബിക്കും ആദം നബിക്കും. 10 ഇബ്രാഹിം നബി എഴുതാം, 10 ആദം നബി എഴുതാം. ഓക്കെ, അൽഹംദുലില്ലാഹ്. പിന്നെ നുബയ്യിനു സബബ, കാരണം വ്യക്താക്കാനാണ്. എന്താണ് കാരണം വ്യക്താക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഖുർആനിന് മുമ്പ് ഇറങ്ങിയ കിതാബുകൾ വായിക്കാൻ പാടില്ല. ഖുർആന് മുമ്പ് തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ആദം നബി അലൈഹി ഇസ്ലാമിന്റെയും 10 ചേടുകള്, ശീസ് നബിന്റെ 30 50 ഇദ്രീസ് നബിന്റെ 30 ഒന്നും വായിക്കാൻ പാടില്ല. എന്തേ കാരണം? ഖുർആൻ ഇറങ്ങിയതോടെ മറ്റുള്ള കിതാബുകളെല്ലാം ദുർബലപ്പെട്ടു. അവ യഥാർത്ഥ രൂപത്തിൽ ഇന്നില്ല. ആ പേജുകൾ അറിയപ്പെടുന്ന കിതാബുകൾ മാത്രം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായവയാണ്. അവയിൽ നിന്ന് സത്യം ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാൽ അവ വായിക്കാൻ പാടില്ല. വിശാലമായിട്ട് അക്ഷരങ്ങളൊക്കെ നോക്കി വൃത്തിയിൽ എഴുതട്ടോ. ഒരു തഖ്സീസ് ഉണ്ട്. എന്താ തഖ്സീസ്? അൽ ഫുർഖാനുൽ അലീം എന്ന വിഷയത്തിൽ കുറിപ്പെഴുതുക. അൽ ഫുർഖാനുൽ അലീം എന്ന വിഷയത്തിൽ ഒരു കുറിപ്പെഴുതുക. എന്താ കുറിപ്പ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ കിതാബാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയതോടെ മറ്റു കിതാബുകളെല്ലാം ദുർബലപ്പെട്ടു. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ സുരക്ഷിതമായി നിലനിൽക്കും. അത് അവസാനത്തെ കിതാബാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബും ഖുർആൻ തന്നെ. മനുഷ്യർക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അതിലുണ്ട്. ഖുർആനെ പറ്റിയിട്ട്, ഫുർഖാനുൽ അലീമിനെ പറ്റിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് ഞാനൊന്ന് കണ്ടു ചെയ്തത് മാത്രം. നംലഉൽ ഫറാഗ്, വൃത്തഭാഗം പൂരിപ്പിക്കുക. ഞാനവിടെ എഴുതിങ്ങാണ്ട് അടിയിൽ വരച്ചത്. അല്ലാഹു തആല മൂസ നബി അലൈഹിസ്സലാമിനെ ദാഷ് പർവ്വതത്തിലേക്ക് ക്ഷണിച്ചു. ഏതാ? തൂരി സീന. 2 മൂസ നബി അലൈഹിസ്സലാമിൻ സഹോദരൻ ദാസ് അലൈഹിസ്സലാമിനെ ജനങ്ങളുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചു. മൂസ നബി അലൈഹിസ്സലാം സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഹാറൂൻ. 3 അല്ലാഹു തആല ദാസ് ഏടുകളും 4 കിതാബുകളും അവതരിപ്പിച്ചു. എത്ര? 100 ഏടുകളും 100 നീതവിടെ. 4 അവസാനത്തെ കിതാബ് വിശുദ്ധ ഖുർആൻ ആണ്. കിതാബ് ഡാഷ് ആണ്, വിശുദ്ധ ഖുർആൻ ആണ്. ഇനിയോ, ഇനി വായിച്ചു ഞാൻ അങ്ങനത്തെ ഇത്
അത് നിങ്ങൾ തന്നെ വായിക്കുക എഴുത് വൃത്തിയിൽ എഴുതണം കേട്ടോ. പടച്ചറബേ നീ കബൂലാക്കണേ റഹ്മാനേ, ഞങ്ങളെ ബുദ്ധിയൊക്കെ നീ ഏറ്റിത്തരണേ അല്ലാഹ്, ഓർമ്മശക്തി ഏറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർക്കുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും ഒക്കെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.